വെൽക്കം ടു fezuskitchen. നമുക്കിന്നൊരു മുരിങ്ങാക്കായ കറി ആയാലോ. മുരിങ്ങാക്കായയും പരിപ്പൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കറി റെഡിയാക്കുന്നത്. ഇതിനു വേണ്ടി ഞാനൊരു 2 മുരിങ്ങാക്കായ ഇതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പരിപ്പ് വേണം. അപ്പോൾ പരിപ്പ് ഞാൻ കഴുകി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 3 മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ഈ കറിയിലേക്ക് മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള മുളക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി. ചിലർ ഈ തക്കാളിക്ക് പകരം പുളി ചേർക്കാറുണ്ട്. നമ്മളിപ്പോൾ തക്കാളിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 2 കപ്പ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. 250 ml കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഈ പരിപ്പും മുരിങ്ങാക്കായയും ഒക്കെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഈ പരിപ്പ് ഒരു പകുതി വേവാകുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോൾ ദേ നമ്മുടെ പരിപ്പൊക്കെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുരിങ്ങാക്കായ ഇട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ച് ഈ പരിപ്പും മുരിങ്ങാക്കായൊക്കെ നന്നായി വേവുന്നത് വരെ വേവിച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ള അരപ്പ് കൂടി റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 5-6 ചെറിയുള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കറി എന്തായിട്ടുണ്ടെന്ന് നോക്കാം. ആ പരിപ്പും മുരിങ്ങാക്കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഇതുകൂടി നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കണം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാടങ്ങ് തിളക്കാൻ നിൽക്കരുത്. ചെറുതായി തിള വരുമ്പോഴേ ഓഫ് ചെയ്യണം. കറി ഇപ്പോൾ ചെറുതായി തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത്ര മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയിലേക്ക് വറവിട്ട് കൊടുക്കാം. പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. ഒരു തണ്ട് കറിവേപ്പില. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. ഇനി ഈ കറി ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുരിങ്ങാക്കായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് റെഡിയാക്കി എടുക്കാൻ. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതിനോട് കൂടെ കാണുന്ന ചെറിയൊരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്